ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കുറേ കാലമായില്ലേ കണ്ടിട്ട്. അപ്പം ഇന്ന് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചുണ്ടാക്കിയ ഒരു സാധനമാണ് ബോബാട്ടി. അപ്പം അത് നമുക്ക് നല്ല സിമ്പിളായിട്ടാണ്, കുറച്ച് സാധനങ്ങൾ മതി സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് ബബിൾ ടീ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ സാവനരി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി 3 മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. 3 മണിക്കൂറിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ 3 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കണം കേട്ടോ. കേക്ക് വൃത്തിയാക്കിയതിന് ശേഷം കേട്ടോ അടുപ്പത്ത് വെക്കേണ്ടത്. ഞാൻ കേക്ക് വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ മൂടി വെക്കാം കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇതാ കുറച്ച് നേരം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം, വെന്തണോ നോക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ആ മാറ്റി വെക്കുന്ന സമയത്തില്ലേ നമുക്ക് ചായൻ്റെ വെള്ളം വെക്കണേ. ഇത് പഞ്ചസാര ഇടാത്ത ചായ കേട്ടോ വെക്കട്ടെ. അപ്പോൾ ഇതാ മറ്റേത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം മറ്റേലോട്ട്. ചായപ്പൊടി ഇടാണ്. ഇതാ നമുക്ക് അടുത്ത് ഇത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളം, പഞ്ചസാരനേക്കാൾ കുറച്ച് വെള്ളം കേട്ടോ വെച്ചത്. അധികം പഞ്ചസാരയാണ് വേണ്ടത്. അതിലോട്ട് ഇതാ കൊക്കോ പൗഡർ ഇടണം നമ്മൾ. പഞ്ചസാര അലിഞ്ഞ് വന്നതിന് ശേഷം ഇതാ പഞ്ചസാര അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച സാവുനരീൻ്റെ അത് വെച്ച് ഇട്ട് കൊടുക്കുക. ഫുൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഇളക്കി കൊടുക്കട്ടോ. ചായ ഇത് അവിടെ ആയിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിട്ട് ഇത് വെച്ചതാണ്. ഇളക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം കേട്ടോ കൊക്കോ പൗഡർ ഇടേണ്ടത്. ഇപ്പം അതിലോട്ട് നമുക്ക് ഇതാ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അത് 2 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ സാവുനരി എത്ര എടുക്കണോ അതിനനുസരിച്ച് നമുക്ക് ഇടണതിൻ്റെ സ്പൂൺ കൂട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ 1 സ്പൂൺ ഇട്ട് കൊടുത്ത്. അപ്പോൾ നമുക്ക് 1 സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കുക. ഒരു കൊക്കോ പൗഡറിൻ്റെ കളർ കയ്യിൽ ഫുള്ളായിട്ട് വരണം. പിന്നെ അത് കുറച്ച് കുറുകി വരണം കേട്ടോ. ആക്കി അപ്പം തന്നെ എടുക്കാൻ പറ്റില്ല. കുറച്ച് കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ എടുത്ത് മാറ്റി വെക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമ്മളിത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പാൽ തിളപ്പിച്ചാറ്റിയതിന് ശേഷം ഫ്രിഡ്ജ് വെച്ച പാലാണ്. പിന്നെ ആ സാവുനരി ഇതാക്കിയിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായ ഉണ്ട്. അത് നമുക്ക് ഈ സാവുനരിൻ്റെ ഈ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഡെക്കറേഷനൊക്കെ ആയിക്കോട്ടെ. ഞാൻ സൈഡിലൊക്കെ കുറച്ച് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം അതിലോട്ട് നമ്മളിതാ കട്ടൻ ചായ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ കട്ടൻ ചായ, പഞ്ചസാര ഇടാത്ത കട്ടൻ ചായ വെച്ചെടുക്കണ്ടേ. കുറച്ച് വെച്ച് ചേർത്താൽ മതി. ശേഷം നമ്മൾ പാല്, തണുപ്പുള്ള പാല് വേണം കേട്ടോ. തിളപ്പിച്ചതിന് ശേഷം തണുപ്പുള്ള പാല് അത് നമ്മൾ കുറച്ച് തോനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇളക്കി യോജിപ്പിക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടി എന്നാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ സാവുനരി അതിലിതാകുമ്പോൾ ബോബാട്ടി ഉണ്ടാക്കിയ ബോബാട്ടി. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ടേസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല. നല്ല ടേസ്റ്റ്. നോക്കട്ടെ, കുറച്ച് മതി. നോക്കട്ടെ, കുറച്ച് കുഴപ്പമില്ല.
സൂപ്പറാ. എല്ലാവരും കേട്ടിലെ അഭിപ്രായം എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്, അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഇവളിങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോഴേ സംഭവം വീഡിയോ ഞാൻ എടുത്തതെങ്കിലും ഇതെന്താവുന്നൊരു ഐഡിയ ഇല്ല. കാരണം അവൾ യൂട്യൂബിൽ കണ്ടിട്ട് പിന്നെ സംഭവം ചെയ്തു നോക്കിയതാണ്. സംഭവം കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ടുണ്ട്. അവളങ്ങനെ ഓരോ ഇതൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ ഓരോ ഐറ്റംസ് കാണാം ഉണ്ടാക്കണ ഓരോന്നൊക്കെ. അപ്പോൾ അതേതൊരു ഉഷാറായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും പിന്നെ കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓൾ ബട്ടൺ നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതാണ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ.